അത് എന്തുകൊണ്ടാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം ഇപ്പം ജനിക്കുന്ന കുട്ടികൾ മുതൽ വയസ്സായവർ വരെ എന്തോ ഒരു പ്രത്യേകത അണ്ണനിൽ കാണുന്നുണ്ട്. രാവിലെ സൂര്യയുടെ പടം ഉണ്ടായിരുന്നു വെളുപ്പിന്, അത് നമ്മളെ ബാധിച്ചില്ല. അവരും നല്ലതായിട്ട് നമ്മൾ കോപ്പറേറ്റ് ചെയ്തു. അവരും ഫ്രണ്ട്സാണ്, നമ്മളും ഫ്രണ്ട്സാണ്. സൂര്യയും വിജയണ്ണൻ എന്ന് പറയുമ്പോഴും ഫ്രണ്ട്സാണ്. നമ്മൾ ഫാൻസുകാർ തമ്മിൽ പ്രശ്നമൊന്നുമില്ല, നല്ല ഫ്രണ്ട്ഷിപ്പാണ്. കണ്ടിറങ്ങിയ ഓരോരുത്തരും തലവേറെ ഓരോ സിനിമയുടെ ഇൻട്രോ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിഴൽ കണ്ടാൽ പോലും ഞങ്ങൾക്ക് ഒരു രോമാഞ്ചമാണ്. പിന്നെ വേലായുധം സിനിമ പത്മനാഭൻ്റെ മണ്ണിൽ, ഈ പത്മനാഭ തിയേറ്ററിൽ, പത്മനാഭൻ രസിക്കുന്ന ഈ തിയേറ്ററിൽ തന്നെ നമുക്ക് ഈ ഷോ ചെയ്യാൻ പറ്റി. കട്ടയ്ക്ക് തന്നെ ഇനിയും തലവേറൊപ്പം ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയതയായാലും എന്തിനും ഞങ്ങളുണ്ട്. ഓൾ ദ ബെസ്റ്റ് CM 2026. രാജാവിനെ നല്ല രാജകീയമായിട്ട് തന്നെ പറഞ്ഞു വിടാനുള്ള പരിപാടിയാണ്. നല്ല എക്സ്പീരിയൻസ് ആണ്. ഞാൻ പടം ഇറങ്ങിയപ്പോൾ കണ്ടത്, പിന്നെ ഇപ്പോഴാണ് റിലീസ് കാണുന്നത്. ഞാൻ ഇവിടെ ഉള്ളല്ലേ, എറണാകുളത്ത് നിന്ന് ഇതിനു വേണ്ടിയിരുന്നു. സൂപ്പറായിരുന്നു. കുറേ വട്ടം തിയേറ്ററിൽ വന്ന് തന്നെ കണ്ടിട്ടുണ്ട്, TV-യിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ പഴയ ഫീൽ തന്നെ ഇപ്പോഴും കിട്ടി. മൂവി ഇഷ്ടപ്പെട്ടത് കൊണ്ടും അണ്ണനെ പേഴ്സണലി ഇഷ്ടപ്പെട്ടത് കൊണ്ടും ഒക്കെയാണ് അങ്ങനെ ഒരുപാട് ആരാധകരുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം ഇപ്പം ജനിക്കുന്ന കുട്ടികൾ മുതൽ വയസ്സായവർ വരെ എന്തോ ഒരു പ്രത്യേകത അണ്ണനിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അണ്ണന് പെട്ടെന്ന് ഇഷ്ടമാകുന്നത്. ഒരു പ്രത്യേകിച്ച് ഒരു റീസൺ എന്താണെന്ന് ഓരോരുത്തർ ചോദിച്ചാൽ അവർക്ക് പറയാൻ വേണ്ടി ഒരു റീസൺ കാണില്ല. റീസൺ ഇല്ലാത്തൊരു സ്നേഹമാണ് അദ്ദേഹത്തിനോട് എല്ലാവർക്കും ഉള്ളത്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് മാത്രം അണ്ണനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഇഷ്ടത്തിന് കാരണം എന്തെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത റീസൺ ഇല്ല എന്നാണ് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് മാത്രം അദ്ദേഹത്തെ അയാൾ ഇഷ്ടപ്പെടുന്നുണ്ട്. വിഷമമുണ്ട്, പക്ഷേ പ്രതീക്ഷയുണ്ട്. വീണ്ടും അണ്ണൻ സിനിമയിലോട്ട് തിരിച്ചു വരും. 2 വർഷത്തിലോ അല്ലെങ്കിൽ 1 വർഷത്തിലോ ഒരു സിനിമയെങ്കിലും വരുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. എന്തു പറയാനാണ്, നമ്മളിപ്പം ഈ തിയേറ്റർ തന്നെ കണ്ടില്ലേ, ഇളക്കി മറിച്ചിരുന്നതാണ്. ദളപതിയുടെ ഒരു പടം എന്ന് പറയുമ്പോൾ തന്നെ ആരാധകർ വളരെയധികം ആകാംക്ഷയോടാണ് വരുന്നത്. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം 8 മണി മുതലേ തിയേറ്ററിലുണ്ട്. ഇന്നലെ രാവിലെ സൂര്യയുടെ പടം ഉണ്ടായിരുന്നു വെളുപ്പിന്, അത് നമ്മളെ ബാധിച്ചില്ല. അവരും നല്ലതായിട്ട് നമ്മൾ കോപ്പറേറ്റ് ചെയ്തു. അവർ രാവിലെ 3:30 ആയപ്പോഴേ ബോർഡും തോരണവും ഒക്കെ അവർ അഴിച്ചു മാറ്റി. 3:30-ക്ക് ശേഷം നമ്മൾ കയറി തോരണവും ഫ്ലെക്സും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചു. പിന്നെ വേലായുധം ചെയ്യാനുള്ള പ്രചോദനം എന്ന് പറഞ്ഞാൽ, നമ്മൾ കോവിഡ് തുടങ്ങിയ സമയത്ത് നമ്മളൊന്ന് പ്ലാൻ ചെയ്തായിരുന്നു. ആ ടൈമിലാണ് കോവിഡിൻ്റെ ലോക്ക്ഡൗൺ വരുന്നത്. അപ്പോൾ ആ നമുക്ക് ഷോ നടത്താൻ പറ്റിയില്ല. അതിനുശേഷം ഞങ്ങൾ തുള്ളാതമനം തുള്ളൽ നടത്തി, തിരുപ്പാച്ചി നടത്തി, മെർസൽ നടത്തി. പിന്നെ ഇപ്പം നമ്മളിതാ വേലായുധം നമുക്ക് വീണ്ടും ചെയ്യണം. 2011 ഇറങ്ങിയ പടമാണ്. അപ്പം നീണ്ട 14 വർഷം ശേഷം ഈ പടം ചെയ്യണമെന്നുള്ള ആഗ്രഹം ഞങ്ങളെല്ലാവരും കൂടി പറഞ്ഞപ്പം എന്നാൽ ചെയ്യാം എന്ന് കരുതി. നമ്മൾ മുമ്പോട്ടോ പുറകോട്ടോ ചിന്തിക്കുകയല്ല. ദളപതിയുടെ ഒരു പടം വരുമ്പോഴത്തേക്കും നമുക്ക് മാക്സിമം പയ്യന്മാർക്ക് എൻജോയ് ചെയ്യാനും നല്ലൊരു വൈബ് സൃഷ്ടിക്കാനും നമുക്ക് പറ്റുന്നുണ്ട്. ഈ പറയുന്ന ദളപതിയിൽ സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ തന്നെ വളരെയധികം ഒരു വിഷമമുള്ള കാര്യമാണ്. കാരണം ഗോട്ട് സിനിമ കണ്ടപ്പോൾ പോലും ഞാൻ അറിയാതെ കരഞ്ഞുപോയി. ഇനി ഒരു പടം കൂടിയല്ലേ ഉള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങ് രാഷ്ട്രീയത്തിൽ വളരെ വരുന്ന നല്ലൊരു കാര്യമാണ്. കേരളത്തിൽ ശരിക്കും നമുക്കിപ്പം നമ്മുടെ രാഷ്ട്രീയ നിലപാട് വെച്ചിട്ട് നല്ലൊരു നേതാവിനെയാണ് ആവശ്യം. അത് അദ്ദേഹത്തിന് സാധിക്കും. എങ്കിലും വർഷത്തിലൊരു പടം നമുക്ക് ആരാധകർക്ക് വേണ്ടി ഇറക്കണമെന്നുണ്ട്. ഇല്ലില്ല, അങ്ങനെയില്ല. അവർക്ക് 23-ാം തീയതി ആയിരുന്നു അവർ പടം വെച്ചിരുന്നത്. അപ്പോൾ 22-ാം തീയതി നമ്മുടെ എക്സ് ചീഫ് മിനിസ്റ്റർ VS അച്യുതാനന്ദൻ മരിച്ചതിൻ്റെ ഒരു 3 ദിവസം ദുഃഖാചരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പോൾ 27-ാം തീയതി രാവിലെ അവർ 7:30-ക്കാണ് ഷോ വെച്ചത്. പക്ഷേ നമ്മൾ ഓൾറെഡി 7:30-ക്ക് ഷോ വെച്ചിരിക്കുന്നതുകൊണ്ട് അവർ രാത്രി 12 മണിക്കുള്ള ഷെഡ്യൂളായിരുന്നു. പക്ഷേ നല്ല കോപ്പറേറ്റ് ആയിരുന്നു. ഒരു മത്സരം എന്നുള്ള രീതിയിലില്ല. അത് നിങ്ങൾ ഇന്നലെ വന്നാൽ തന്നെ അറിയാം. സൂര്യ ഫാൻസിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി എന്നൊക്കെ പറയുന്നത് നമുക്ക് അത്രയും നമ്മളെല്ലാം നല്ല ഫ്രണ്ട്സിനെ പോലാണ്. അവരും ഫ്രണ്ട്സാണ്, നമ്മളും ഫ്രണ്ട്സാണ്. സൂര്യയും വിജയണ്ണൻ എന്ന് പറയുമ്പോഴും ഫ്രണ്ട്സാണ്. നമ്മൾ ഫാൻസുകാർ തമ്മിൽ പ്രശ്നമൊന്നുമില്ല, നല്ല ഫ്രണ്ട്ഷിപ്പാണ്. പിന്നെ ഇപ്പോൾ അവർ നമ്മളോട് കോപ്പറേറ്റ് ചെയ്തു, നമ്മൾ അവരോട് നല്ലതായിട്ട് കോപ്പറേറ്റ് ചെയ്തു. ഒരു പ്രശ്നങ്ങളും ഇല്ല, കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് സിനിമ ചെയ്തു. കണ്ടിറങ്ങിയ ഓരോരുത്തരും തലവേറെ ഓരോ സിനിമയുടെ ഇൻട്രോ കാണുമ്പം അദ്ദേഹത്തിൻ്റെ നിഴൽ കണ്ടാൽ പോലും ഞങ്ങൾക്ക് ഒരു രോമാഞ്ചമാണ്. അത് അന്ന് ഇന്ന് എന്നും ഇനി അങ്ങോട്ടും ഇനിയൊരു നടനെ ഇത്രമാത്രം സ്നേഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഇനി നമ്മൾ വീണ്ടും റിലീസ് ചെയ്യാനുള്ള പരിപാടി തന്നെയാണ്. അദ്ദേഹം രാജാവിനെ നല്ല രാജകീയമായിട്ട് തന്നെ പറഞ്ഞു വിടാനുള്ള പരിപാടിയാണ്. പിന്നെ വേലായുധം സിനിമ പത്മനാഭൻ്റെ മണ്ണിൽ, ഈ പത്മനാഭ തിയേറ്ററിൽ, പത്മനാഭൻ രസിക്കുന്ന ഈ തിയേറ്ററിൽ തന്നെ നമുക്ക് ഈ ഷോ ചെയ്യാൻ പറ്റി. അതിന് ഏറ്റവും അധികം താങ്ക്സ് പറയുന്നത് ഞങ്ങളുടെ ഗിരിസാനോടാണ്, തിയേറ്ററിൻ്റെ ഓണർ, പിന്നെ സ്റ്റാഫ്. ഇവരെല്ലാം നമ്മളൊപ്പം ഇന്നലെ വൈകുന്നേരം മുതലേ കട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവിധം നല്ല രീതിയിൽ നല്ല സന്തോഷത്തോടാണ് പോകുന്നത്. ഇനി നമ്മൾ റിലീസ് വയ്ക്കും. നല്ല രീതിയിൽ കട്ടയ്ക്ക് തന്നെ ഇനിയും തലവേറൊപ്പം ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയതയായാലും എന്തിനും ഞങ്ങളുണ്ട്. ഓൾ ദ ബെസ്റ്റ് CM 2026.